മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ പാലക്കാട് മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സാഹചര്യ ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ചായിരുന്നു SIT കുറ്റപത്രം. മൂന്നാം ബലാത്സംഗ പരാതിയിൽ കഴിഞ്ഞ ജനുവരി 11-നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്ന് അന്വേഷണ സംഘം നാടകീയമായി അറസ്റ്റ് ചെയ്തത്. ആദ്യ 2 ബലാത്സംഗ കേസിലും പരാതി വന്നതിനു പിന്നാലെ രാഹുൽ ഒളിവിൽ പോയിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ നിന്നും സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യാപേക്ഷയിൽ തീർപ്പ് വന്നതിനു പിന്നാലെയായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ മൂന്നാം ബലാത്സംഗ കേസിൽ പരാതി വന്നതിനു പിന്നാലെ അതിനാടകീയമായി രാഹുൽ താമസിക്കുന്ന ഹോട്ടൽ വളഞ്ഞായിരുന്നു അർദ്ധരാത്രി റൂമിൽ നിന്ന് പിടികൂടി അറസ്റ്റ് ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നായിരുന്നു പരാതി. തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് ക്രൂരമായി പീഡിപ്പിച്ചെന്ന് പെൺകുട്ടി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. വിദേശത്തുള്ള പരാതിക്കാരിയെ വിളിച്ചു വരുത്തി രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ചാണ് SIT കുറ്റപത്രം തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. പരാതിയിൽ പറഞ്ഞിരുന്ന പല കാര്യങ്ങളുടെയും വിശദമായ വിവരങ്ങൾ SIT ശേഖരിച്ചു. ഇക്കാര്യങ്ങളടക്കം ഉൾപ്പെടുത്തി വിശദമായ കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചത്. മൂന്നാം ബലാത്സംഗ കേസിൽ 17 ദിവസത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽവാസം അനുഭവിച്ചു. മറ്റ് 2 ബലാത്സംഗ കേസുകളിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകളിലെ ആദ്യ കുറ്റപത്രമാണിത്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.